കേരളത്തിൽ യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷമാക്കി പ്രവാസികളും യു.ഡി.എഫ് അനുകൂല സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മധുരം വിതരണം ചെയ്തും വിജയികളെ അഭിവാദ്യം ചെയ്തും പ്രവാസികൾ ആഘോഷങ്ങളുടെ ഭാഗമായി ജിദ്ദയിൽ മലയാളികളുടെ സംഗമ കേന്ദ്രത്തിലാണ് പ്രവർത്തകർ ഒത്തുകൂടിയത്. പരസ്യമായ ആഘോഷങ്ങൾക്ക് പരിമിതികളുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന്റെ മിന്നും ജയം കണ്ട് അടങ്ങിയിരിക്കാൻ പ്രവാസികൾക്കായില്ല. YCC, KMCC തുടങ്ങിയ യു.ഡി.എഫ് അനുകൂല സംഘടനകൾ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തെ ആഘോഷമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം വന്നത് സൗദിയിൽ പ്രവൃത്തി ദിവസമായിരുന്നതുകൊണ്ട് തന്നെ രാത്രിയിൽ പ്രവർത്തകർ ഒത്തുകൂടി. ജിദ്ദയിൽ മലയാളികളുടെ സംഗമസ്ഥലമായ ഷറഫിയയിൽ ലഡുവും പായസവും വിതരണം ചെയ്തും ചെറിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടു. ജനവിധി ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്കുള്ള തിരിച്ചടിയാണെന്നും യു.ഡി.എഫിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് ഉജ്ജ്വല വിജയത്തിന് പിന്നിലെന്നും പ്രവാസി നേതാക്കൾ പ്രതികരിച്ചു. കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെയുള്ള ശക്തമായ ജനങ്ങളുടെ പ്രതിഷേധം. നമുക്കറിയാം, ശബരിമല ഉൾപ്പെടെയുള്ള മുച്ചൂടും കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കി ഇന്ന് അമ്പലം പോലും വിഴുങ്ങുന്ന തരത്തിലേക്ക് ഒരു സംസ്ഥാന ഗവൺമെന്റും അതിന്റെ നേതൃത്വവും അധപ്പതിച്ചതിന്റെ ജനങ്ങളുടെ ശക്തമായ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണ്. ഭൂരിപക്ഷ വർഗീയവും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയവും ഒരേ തരത്തിൽ പ്രീണന നയം സ്വീകരിച്ചുകൊണ്ടുള്ള ആ ഒരു നിലപാടിന്റെ എതിരെയുള്ള ശക്തമായ വിധിയെഴുത്താണ് ഇന്ന് കേരള ജനത പിണറായി ഗവൺമെന്റിന് ഈ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പിണറായി ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോകണമെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അവധിയെടുത്ത് നാട്ടിൽ പോയി പ്രചാരണ പരിപാടികളിൽ നിരവധി പ്രവാസികൾ സജീവമായി പങ്കെടുത്തിരുന്നു. നാട്ടിലേക്ക് ഫോൺ വിളിച്ച് കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വോട്ട് ഉറപ്പാക്കുന്നതിലും ഇവർ പ്രധാന പങ്ക് വഹിച്ചു. ഇരു മുന്നണികളും പ്രവാസികളായ നിരവധി പ്രവർത്തകർക്ക് ഇത്തവണ സീറ്റ് നൽകുകയും ചെയ്തിരുന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.